ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഹോംവർക്ക് നിങ്ങൾക്ക് നാളെ ചെയ്യാം. ഹോംവർക്ക് ചെയ്ത് ഞാൻ മടുത്തു. നീ എന്തിനാ ഡ്രാമ കളിക്കുന്നത് ചാമ? എന്നോട് നേരിട്ട് പറയാൻ പാടില്ലേ? ശരിയാണ് ടീച്ചർ, ഞങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് തരാറുള്ളൂ. ടീച്ചറിന് തോന്നുന്നില്ലേ ഞങ്ങൾക്ക് ഇത്തിരി കൂടുതൽ ഹോംവർക്ക് തരണമെന്ന്? എന്താ പറഞ്ഞ? സൂര്യൻ എവിടെയാ ഉദിച്ചത്? നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ? എനിക്ക് അസുഖമൊന്നുമില്ല, ഞാൻ വളരെ സന്തോഷത്തിലാ. ഇന്ന് ചെയ്യും ഹോംവർക്ക് പാർട്ടി. ഇന്ന് നമ്മൾ ചെയ്യും ഒരു ഹോംവർക്ക് പാർട്ടി. പപ്പ, ഇന്ന് എന്റെ എല്ലാ ഫ്രണ്ട്സും വീട്ടിലേക്ക് ഹോംവർക്ക് ചെയ്യാനായിട്ട് വരുമല്ലോ. ഓ, എന്റെ മകൻ എന്ത് നല്ല സ്റ്റുഡന്റാ. എല്ലാ ഫ്രണ്ട്സിനെയും പാർട്ടിക്ക് വേണ്ടിയല്ല, ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചിരിക്കുക. എന്റെ മകൻ എത്ര നല്ലവനല്ലേ അമ്മാവാ. മോന് കണ്ണു കിട്ടാതിരുന്നാ മതി. ഇന്ന് എന്റെ മൈൻഡ് ഫുൾ ചാർജ് ആണ്. ഞാൻ സമായിക്കുന്ന കാണിച്ചു കൊടുക്കും ഞാനാണ് കാക്കിനേക്കാളും സ്മാർട്ട് എന്ന്. ഓ, ഇതിന് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് കഴിഞ്ഞു. നീ ചെയ്തോ? നീ ചോദിക്കുവാണെങ്കിൽ ഞാൻ നിനക്ക് ചെയ്തു തരാം. ഇല്ല, നീ തെറ്റാ ചെയ്തിരിക്കുന്നേ. ഒരു കള്ളനാക്കിയല്ലോ. നീ തെറ്റാ ചെയ്തു വെച്ചിരിക്കുന്നേ. ഞാൻ സത്യം പറഞ്ഞതേ ഉള്ളൂ. ഈ പെൻസിലിന്റെയാ. അതൊക്കെ പറ്റും, പക്ഷെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത് രസമല്ലേ? ശരിയാണ്, ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോ ഭയങ്കര ബോറടിയാ. അപ്പോ നീ എന്ത് എഴുതുന്നേ? കുറച്ച് പതുക്കെ എഴുതുന്നേ, എനിക്ക് കോപ്പി ചെയ്യണം. നീ എന്റെ ബുക്കിൽ നിന്ന് കോപ്പി എന്തിനാ ചെയ്യുന്നേ? ഒരു കാര്യം പറയോ ചാമ, ഇന്ന് നിന്റെ പപ്പയ്ക്ക് എന്താ പറ്റി? എന്തിനാ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? നീ മനസ്സിലാക്കി ഹോംവർക്ക് ചെയ്തോളൂ മോനെ. എന്റെ പ്രിയപ്പെട്ട പപ്പ, ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കും നിനക്ക് വേണ്ടി. നീ ജയിച്ചു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ആഘോഷിക്കും. ഞാൻ പുതിയ കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വേഗം ഹോംവർക്ക് തീർക്ക്. ക്ഷമ, പ്ലീസ് നിർത്തിയതൊക്കെ. ഇങ്ങനെ ബഹളമാണെങ്കിൽ നമ്മൾ എങ്ങനെ ഹോംവർക്ക് ചെയ്യും? നിങ്ങൾ പറഞ്ഞത് ശരിയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പാപ്പ, പപ്പയ്ക്ക് വളരെ വളരെ നന്ദി. കാര്യം എന്താണെന്നറിയോ, ഈ പാഠങ്ങളൊന്നും ഞങ്ങളുടെ തലയിൽ കയറുന്നില്ല. ഇവിടെ ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഞങ്ങളുടെ ശ്രദ്ധ പോവുക. ഓ, അത്രയും ഞാൻ ചിന്തിച്ചില്ല. തെറ്റുപറ്റി പോയി. ഞങ്ങൾ ഇനി ഒച്ചുണ്ടാക്കാതെ കാത്തിരുന്നോളാം. അങ്കിൾ, പ്ലീസ് നിർത്തിയതൊക്കെ. ഞങ്ങൾ ഈ ആഘോഷം നിർത്തിവെച്ചേക്കാം. വരൂ, ഇനി നമുക്ക് പെട്ടെന്ന് ഹോംവർക്ക് ചെയ്തു തീർക്കാൻ നോക്കാം. പൂർണ്ണ മനസ്സോടും ശക്തിയോടും കൂടെ. ഈ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് ശക്തി വേണം. അതുകൊണ്ട് ഫുഡ് കൊണ്ടുവരൂ. ഫുഡിന്റെ കൂടെ കോഫിയും ചായയും എല്ലാം കൊണ്ടുവരൂ. ഇനി ഉറക്കം തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഓട്ടം ഓടിയിട്ട് വാ. പിന്നെ കുറച്ച് വീഡിയോ ഗെയിംസും എടുത്തോണ്ട് വരൂ. ഒരുമിച്ച് ഹോംവർക്ക് ചെയ്യുന്നത് എന്ത് രസമാ. ഒറ്റയ്ക്ക് ഹോംവർക്ക് ചെയ്യുമ്പോ ഭയങ്കര ബോറടിയാ. നമ്മൾ എപ്പോഴും ഇതുപോലെ ഹോംവർക്ക് ചെയ്താൽ മതിയല്ലേ? പറ. ഇങ്ങനെയല്ല ഹോംവർക്ക് ചെയ്യുന്നത്. ഇതിനെയാണ് എല്ലാവരും പാർട്ടി എന്ന് വിളിക്കുന്നത്. നമുക്കിതൊരു ഹോംവർക്ക് പാർട്ടി ആക്കിയാലോ? ഞാനിത് പറഞ്ഞപ്പോ സമായിക്ക് ദേഷ്യമായല്ലോ. നിങ്ങൾ എന്തിനാ എന്റെ മുഖത്ത് നോക്കിയിരിക്കുന്നേ? മിണ്ടാതിരുന്ന നിങ്ങളുടെ ഹോംവർക്ക് തീർക്കാൻ നോക്ക്. ഇവിടെ ഒരു പാർട്ടിയും നടക്കുന്നില്ല. ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നേ? ഇത് മുമ്പ് ചെയ്ത മെത്തേഡും കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഹിമ്മി, ഇവിടെ എന്താ സംഭവിക്കുന്നേ? എന്താ നിങ്ങൾ രണ്ടുപേരും ഇവിടെ കാണിക്കുന്നേ? എന്നെ കുറിച്ച് എന്തെങ്കിലും പറയുവാണോ? നമ്മളിവിടെ സംസാരിക്കാനായിട്ടല്ല വന്നേ. മനസ്സിലായോ രണ്ടുപേർക്കും? ഞങ്ങൾ ഇവിടെ സംസാരിക്കുമായിരുന്നില്ല. ഞാൻ മാത്സിന്റെ ഒരു സം മനസ്സിലാക്കുമായിരുന്നു. നിന്നെ പോലെയുള്ള ആൺകുട്ടികളെ എനിക്ക് നന്നായി അറിയാം. പഠിത്തത്തിന്റെ പേരും പറഞ്ഞ് നീ സമായോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണോ? ആട്ടിൻ തോലണിഞ്ഞ് ചെന്നായാണോ നീ? അങ്ങനൊന്നുമില്ല. സമായോ ചാൻ, ഈ ക്വസ്റ്റിന്റെ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് തരാൻ സഹായിക്കുമോ പ്ലീസ്? സഹായിക്കാം. ഇറേസർ എങ്ങനെ യൂസ് ചെയ്യണ്ടേ സമായോ? പെൻസിൽ എങ്ങനെ പിടിക്കേണ്ടത് പറയൂമേ സമായോ? ചാമ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിന്നെ ഇടിക്കും ഞാൻ. എന്തിനെല്ലാരും മിണ്ടാതിരിക്കുന്നേ?
നമ്മളിവിടെ 5 പേരില്ലേ, പിന്നെന്താ മിണ്ടാതിരിക്കുന്നേ? ആരുമില്ലേ ഈ മുറിയില്? കൂട്ടുകാരെ നോക്കൂ, എന്നെ നോക്കൂ. ഞാനാണ് പാപ്പാ ദി ഗ്രേറ്റ്. പിന്നെ ഞാനായൊരു റോബോട്ട്. എനിക്കറിയാം നമ്മളിവിടെ വന്നത് പഠിക്കാനാണ്, പക്ഷെ പഠിക്കുന്നതിന്റെ കൂടെ കുറച്ച് എൻജോയ്മെന്റും കൂടി ചെയ്യണ്ടേ നമ്മള്? പഠിക്കുന്ന പറഞ്ഞ് ഈ നാടകം നിർത്തൂ. പഠിത്തത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ ഇരുന്ന് രസിക്കുക. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിരുന്ന് പഠിക്കാൻ പോവാ. പോവല്ലോ. നീ ഇവിടുന്ന് ദേഷ്യപ്പെട്ട് പോകുമ്പോ എനിക്ക് വളരെ സങ്കടമാവും സമായോ. കുട്ടിയാന്ന് കരുതി നീ എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. ഞാൻ സമായോയ്ക്ക് കാർഡ് കൊടുക്കും. എന്റെ കയ്യിൽ 15,000 രൂപയേക്കാൾ കൂടുതൽ പോക്കറ്റ് മണി ഉണ്ട്. എന്റെ കയ്യിൽ ഓരോ പൈസ ചെലവാക്കിയിട്ടാണെങ്കിൽ പോലും ഈ ഹോംവർക്ക് ഞാൻ തീർത്തിരിക്കും. ഞാൻ എന്തായാലും പഠിക്കും. ഹോംവർക്ക് ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഞാനിന്ന് ഹോംവർക്കിന് ഡിഷും എന്ന് കൊടുത്ത് എങ്ങനെയെങ്കിലും തീർത്തിരിക്കും. എനിക്കും തുറക്കം വരുന്നേ. ഞാൻ നിന്നെ മുഴുവൻ തീർത്തിട്ടേ വിടുള്ളൂ. നിനക്ക് ജയിക്കണമെങ്കിൽ ഈ റൗണ്ട് പൂർത്തിയാക്കണം. മോനെ, അടുത്ത പേജ് എടുത്ത് അവസാനത്തെ പഞ്ച് കൊടുക്ക്. പോയി വാ. ഇപ്പൊ ഹോംവർക്കിന്റെ പണി തീരും. തീർന്നടാ, നീ തീർന്നടാ. ഇതാണ് എന്റെ പെൻസിൽ അറ്റാക്ക്. ഫോക്കസ് ചാമ. പ്രാവശ്യം നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടൂല. വേഗം എഴുന്നേക്ക് ചാമ മോനെ. 1 2 3 4 5 6 7 8 9 10. കൊറേയായി ഈ നോൺസെൻസ് ഡ്രാമ. ഞാനിന്ന് നിന്റെ വീട്ടിൽ പഠിക്കാനായിട്ട് വരില്ല. അങ്ങനെ സമയ വീട്ടിൽ പോവാണെങ്കിൽ ഞാനും വീട്ടിൽ പോവാ. എന്നാ ഞാനും പോവാണ്. ബൈ ബൈ ചാമ. നിക്ക്, പോവല്ലേ പ്ലീസ്. നിക്ക്, എന്നെ ഇട്ടിട്ട് പോവല്ലേ. എനിക്കും പഠിക്കണം നിങ്ങളുടെ കൂടെ. എനിക്കും നിങ്ങളുടെ കൂടെ ഹോംവർക്ക് ചെയ്യണം. നിക്കോ പ്ലീസ്. ഞാൻ വീടെത്തി. ശ്യാമയുടെ വീട്ടില് പഠിക്കാൻ പോയത് ഒരു അബദ്ധമായി പോയി. അവൻ പഠിത്തം സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പ്രോമിസ്, ഞാൻ നന്നായി പരിശ്രമിക്കാം. അവനെപ്പോഴും കളിച്ച് ചിരിച്ച് നടക്കാനാണ് ഇഷ്ടം. ഞാൻ ഇനി കളിച്ച് ചിരിച്ച് നടക്കില്ല. ശരിക്കും? ഈ പ്രാവശ്യം ഞാൻ മനസ്സിരുത്തി പഠിച്ചോളാം. വാ, നമുക്ക് നമ്മുടെ ഹോംവർക്ക് തീർക്കാം. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. എനിക്ക് നിന്റെ കൂടെ തന്നെ ഇരുന്ന് പഠിക്കണം സമായോ. ഓക്കെ ചാമ. സമായോ, നീ എന്നെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യൂലേ? പക്ഷെ ഈ പ്രാവശ്യം നീ ശ്രദ്ധിച്ചു പഠിക്കണം. ഞാൻ ഹാപ്പിയാണ്. ഞാൻ പഠിപ്പിച്ച സമായോട് കൂടിയാണ് പഠിക്കാൻ പോണേ. ഞാൻ ഹാപ്പിയാണ്. ഇത് നോക്ക്, നീ ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്താൽ ഇത് അതിന് മുകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റും. ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഉത്തരം നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. എന്താ ചെയ്യുന്നത് ചാമ? ശ്രദ്ധിക്ക്. അപ്പൊ സമായോ, എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നേ? ഇതിന് നീ നേരത്തെ സമ്മിന്റെ ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും. ഈ ഫോർമുല നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് അതെടുത്ത് ഇവിടെ ഇട്ടാൽ ഈ പ്രോബ്ലം സോൾവ് ആയി. നിനക്ക് മനസ്സിലായോ? ഈ ചാമയുണ്ടല്ലോ, നിനക്ക് കോൾഡ് പിടിക്കും. ഇനി ഒരു വഴിയുമില്ല. ഞാൻ തന്നെ ചാമയുടെ ഹോംവർക്ക് ചെയ്യാം.
ഒരുമിച്ച് പഠിക്കാൻ എന്ത് രസമല്ലേ